നിങ്ങൾക്ക് കണ്ടന്റ് മാത്രം കിട്ടിയിരുന്നാൽ മതി. എനിക്ക് കണ്ടന്റ് മാത്രം കിട്ടിയിരുന്നാൽ മതി. എനിക്ക് വേറൊന്നും വേണ്ട. പക്ഷേ നിങ്ങൾ മൂലം ഓരോ ജീവിതങ്ങൾ, ഓരോ കുടുംബത്തിൽ അവരുടെ ജീവിതങ്ങൾ നിങ്ങൾ അതൊന്ന് ഓർക്കണം. നിങ്ങൾക്ക് കണ്ടന്റ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും. പക്ഷേ ഇപ്പുറത്ത് ആ മനുഷ്യൻ്റെ കുടുംബം, ഇപ്പം തന്നെ ഉദാഹരണം ദീപക്കിന് മുമ്പിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെയും കൂടെ നിങ്ങൾ ചെകഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓരോന്നും സത്യങ്ങളും നിങ്ങൾ അത് പുറത്താകും. ഓരോ സത്യങ്ങൾ നിങ്ങൾ കണ്ടെത്തും. അതിന് മുമ്പിട്ട് ഓരോ വീഡിയോസ് ഓരോരുത്തർ ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പിന്നാലെ പോയി സത്യം നിറഞ്ഞെടുക്കുക എന്നുണ്ടെങ്കിൽ ഇവളുമാരാരും ജീവിച്ചിരിക്കത്തില്ല. ഇവളുമാരാരും ജീവിച്ചിരിക്കത്തോ ഇല്ലൊന്നുമില്ല. ഈ ബസ്സിലെ വീഡിയോ തന്നെ നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവൾ എങ്ങനെയാണ്. ആ മനുഷ്യൻ അറിഞ്ഞതുപോലും ഇല്ല അങ്ങനെ വീഡിയോ എടുത്തത്. ആ മനുഷ്യൻ അറിയുന്നില്ല ഇങ്ങനെ വീഡിയോ എടുത്തത്. ആ മനുഷ്യൻ സ്വതവേ നമ്മളൊരു ബസ്സിലാണ് യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ കുണ്ടും കുഴിയും കാണും. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബസ്സൊന്നും ഒലയുമ്പോൾ ചിലപ്പോൾ ഒന്ന് മുട്ടും, ചിലപ്പോൾ ഒന്ന് എടുക്കും. അത് പക്ഷേ ആസ്വദിച്ചുകൊണ്ട് ആ പെണ്ണ് നിന്ന് വീഡിയോ എടുത്തെന്ന് പറഞ്ഞാൽ അതെന്തൊരു പെണ്ണാണ്. അവൾക്കറിയത്തില്ലെങ്കിലാണെങ്കിൽ അവിടെ അമ്മയോട് ചെന്ന് ചോദിക്കണം, അമ്മ ഞാനിങ്ങനെ ഒരു ബസ്സിൽ പോയപ്പോൾ നല്ല എന്നെ ഒരാളിങ്ങനെ തട്ടാൻ വന്നാൽ എന്ത് ചെയ്യണം എന്ന് അമ്മയോട് ചോദിച്ച് മനസ്സിലാക്കി. അന്നേരം ആ അമ്മ പറഞ്ഞു കൊടുക്കുക, മോളെ ഒഴിഞ്ഞ് മാറി നിൽക്കുക. പിന്നെയും നമ്മളെ ഉപദ്രവിക്കാൻ, അതല്ലെങ്കിൽ പിന്നെ ആ റിപ്പീറ്റായിട്ട് നമ്മളെ ഉപദ്രവിക്കാൻ വന്നു കഴിഞ്ഞാൽ അന്നേരം അവിടെ പ്രതികരിക്കണം എന്നാണ് ഏത് അമ്മമാരും പറഞ്ഞു കൊടുക്കുന്ന മക്കൾക്ക്. പക്ഷേ ഇവള് കാണിച്ച തന്തയിലായ്മ അത് നിങ്ങൾ കാണണം. തന്തയിലായ്മ അത് ഇവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ഇതിനി ആരും തുടരരുത്. ഇതിന് മുമ്പിട്ടുള്ള വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതിന് മുമ്പിട്ട് എത്ര വീഡിയോസ് ഉണ്ട്. അത് കണ്ട് ഒരുത്തി ഇത് കൊണ്ടുവന്നപ്പോഴത്തേന് ബാക്കിയുള്ളവരെല്ലാം വിചാരിച്ചു പ്രശ്നമില്ല, റീച്ച് കിട്ടും എന്ന് പറഞ്ഞ് പുറകെ വന്നു. ഇതിന് മുമ്പിട്ടൊരു വീഡിയോ, ഈ ദീപക്കിൻ്റെ കൊലപാതകത്തിന് മുമ്പിട്ടൊരു വീഡിയോ ഒരു പെണ്ണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബസ്സിനകത്ത് ഇരുന്നിട്ട് മാസ്ക് ഇട്ടുകൊണ്ട് അതിന് ഇപ്പുറത്തെ ഒരാളെ വീഡിയോ എടുക്കുന്നു. അയാളുടെ മുഖം കാണിക്കുന്നില്ല. ഇവള് വീഡിയോ എടുത്ത് ആസ്വദിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. ഞാൻ ഒതുങ്ങിയിരിക്കുമായിരുന്നു. ഒരു മൂലയ്ക്ക് ഞാൻ ഒതുങ്ങിയിരിക്കുമായിരുന്നു. എന്നിട്ട് അവൾ ആ വീഡിയോക്കകത്ത് എഴുതിയിട്ടേക്കുവാ ഞാൻ ഒതുങ്ങിയിരിക്കുമായിരുന്നു. പക്ഷെ അവൾ കൈ വെച്ചത് ഇങ്ങനെ. അപ്പോൾ അയാൾ ഇപ്പുറത്തിരിക്കുന്ന അയാൾ പിന്നെ എങ്ങനെ ഇരിക്കണമെന്ന് പറഞ്ഞു നിങ്ങളൊന്ന് പറ. അയാൾ എങ്ങനെ ഇരിക്കണം ഒരു ബസ്സിനകത്ത് നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ഒരു പബ്ലിക് ഒരു ബസ്സിനകത്ത് കയറി കഴിഞ്ഞാൽ ആൾക്കാർ കാണും അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ അതൊന്ന് തെള്ളിന്ന് വരും, അല്ലെങ്കിൽ ഒന്ന് മുട്ടിന്ന് വരും. മുട്ടാതെ നമുക്ക് ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ പറ്റുമോ? ഈ പബ്ലിക് ഇത്രയും ആൾക്കാരുള്ള ഒരു ബസ്സിനകത്ത് തെള്ളും നിറഞ്ഞൊരു ബസ്സിനകത്ത് നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർശിക്കാതെ നീങ്ങാൻ പറ്റുമോ? നിങ്ങളൊന്ന് പറ. ഇങ്ങനെയുള്ള മറ്റേ മക്കളെ എന്തോ ചെയ്യണം. പിന്നെ ഇതിനു മുമ്പിട്ടുള്ള ഓരോ വിഷയങ്ങൾ നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്തയുടെ പ്രായമുള്ള മനുഷ്യനെ റീച്ച് ഉണ്ടാക്കാനും വേണ്ടിയിട്ട് കർണത്തടിക്കുക, അതൊക്കെ ആ വീഡിയോസൊക്കെ കുത്തിപ്പൊക്കി എടുത്ത് വന്നു കഴിഞ്ഞാലുണ്ടല്ലോ എൻ്റെ പൊന്നു മക്കളെ ഓരോ പെണ്ണുങ്ങളും നാറും. ഇവളുമാർക്കൊക്കെ വേറെ ജോലിക്ക് പൊക്കൂടെ? ഈ നല്ല വീഡിയോസ് എടുക്കുന്നത് മറ്റേ ഇതിന് നല്ല വീഡിയോസ് എടുത്തിരുന്നത് എത്രയോ പേരുണ്ട്. അവർക്കൂടെ പേരുദോഷം ഉണ്ടാക്കാനല്ലേ ഇല്ലേ ഇങ്ങനെയുള്ള പെണ്ണുങ്ങൾ വരുന്നത്? ആണോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞാൽ ഇത് നിർത്തലാക്കണം. ഒരുത്തിക്ക് എവിടെയെങ്കിലും നല്ല അനുഭവം നല്ല ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടല്ലോ ബാക്കിയുള്ളവരോട് പേടിക്ക് ഇതുപോലുള്ള വീഡിയോ എടുക്കാൻ. ഇപ്പം കണ്ടമാനം പെണ്ണുങ്ങളങ്ങ് റീച്ചിനങ്ങ് നടക്കുക. റീച്ചിന് ഓരോ കണ്ടൻറ്റും തപ്പി നടക്കുക. എനിക്ക് നാളെ എന്താണ് റീച്ച്, നാളെ എന്താണ് കണ്ടൻറ്റ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഇവളുമാർ. സത്യം പറഞ്ഞാൽ ദീപക്കിൻ്റെ മരണം ആത്മഹത്യയല്ല, കൊലപാതകം തന്നെയാണ്. അതിന് അവക്കെതിരെ കേസും എടുത്തിട്ടുണ്ട്. ഇന്ന് ദീപക്കിൻ്റെ ശവസംസ്കാര ചടങ്ങായിരുന്നു. ആ അമ്മയുടെ കരച്ചിൽ കണ്ടാൽ ഹൃദയം പൊട്ടി നമ്മൾ മരിച്ചു. അതുപോലെ അവരുടെ നെഞ്ചിനകത്ത് നിന്ന് വരുന്ന തിളച്ച കണ്ണുനീര്. ഇവൾക്ക് ഗതി കിട്ടുമോ ഇവൾക്ക്? ഇങ്ങനെയുള്ളവളുമാരെ എന്തോ ചെയ്യണം നിങ്ങൾ പറ. ഇതിങ്ങനെ സ്വന്തമായിട്ട് കണ്ടന്റ് റീച്ച് ഉണ്ടാക്കാൻ നടക്കുന്നവർക്ക് ഒരു പാഠമായിരിക്കണം. നാളെ ഒരു പാഠമായിരിക്കണം. എനിക്കിത്രേ പറയാനുള്ളൂ. എൻ്റെ ചെറിയൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നന്ദി.